വെൽക്കം ബാക്ക് ടു Vtube ചാനൽ. ഞാൻ വിലാസിനി. നമ്മുടെ ഇന്നത്തെ ഐറ്റം ഇതാ, അടിപൊളി കോഴിക്കാല്. ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ ഐറ്റമാണ് കേട്ടോ. നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്വകാര്യ അഹങ്കാരമാണ്. അതുപോലെ തലശ്ശേരിയിലെ തട്ടുകടയിലെ സുൽത്താനാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോണതിൻ്റെ മുന്നേ നിങ്ങളിതാ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ കണ്ടുപോയി ലൈക്ക് ഒന്നും അടിക്കാൻ മറന്നു പോകും. കാരണം എന്താ വെച്ചാൽ ചില വീഡിയോസിലെല്ലാം കമൻറ്റ് കൂടുതലും ലൈക്ക് കുറവായിരിക്കും. എന്തായാലും കമൻറ്റ് ഇടുന്ന പോലെ ലൈക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുമല്ലോ. അവർ ഇഷ്ടപ്പെട്ടിട്ടല്ലേ കമൻറ്റ് ഇട്ടുണ്ടാവുക. എല്ലാം പോസിറ്റീവ് കമൻറ്റ്സ് തന്നെ കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇത് കണ്ടിട്ട് ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ കമൻറ്റും ഇടുക, എന്തൊക്കെയുണ്ട് നിങ്ങൾ ചെയ്തിട്ട് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ. ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഞാനിതൊരു തട്ടുകടയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തതാണ്. ഓക്കെ, നമുക്കപ്പോൾ അധികം വൈകാതെ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന് നോക്കട്ടെ. ഇത് ഇതാ പുറമെ നല്ല ക്രിസ്പി. ഒന്ന് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. പുറമെ നല്ല ക്രിസ്പിയാണ്, പക്ഷേ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. സോഫ്റ്റ്വെയറിന് അധികമല്ല, നമുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കുക. ശരിക്കും ഒരു ചിക്കൻ ലെഗ് കഴിക്കും പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. കപ്പ കൊണ്ടുള്ള സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ ഞാനിതാ ഒരു നല്ല വലിയ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ ചേച്ചി തന്നതാണ് എനിക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഇത് തോല് പൊളിച്ചൊക്കെ എടുത്ത് കഷ്ണങ്ങളാക്കട്ടെ. ഇതാ കപ്പയെല്ലാം തോല് പൊളിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നീളത്തിനുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം നീളത്തിനുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കട്ടെ. അപ്പോൾ അതാ ഇത്ര വലിപ്പമുള്ള കഷ്ണാക്കിയ മുറിച്ചെടുത്തിന്. ഇനി ഇതിൻ്റെ നടുവിലെ ഭാഗത ഇത് ഇവിടെ ഇങ്ങനെ നമുക്ക് ചെത്തി ഒഴിവാക്കാം. ഇത് വേറെ കറി വെക്കണേ നമുക്ക് കറി വെക്കാം. എന്നാൽ നമുക്ക് എന്നിട്ടിതാ ഇതേപോലെ ചീന്തിയെടുക്കുക നീളത്തിന് കഷ്ണങ്ങൾ. സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതാ ഇനി ഇങ്ങോട്ട് വെക്കുക കേട്ടോ. ഞാൻ കയ്യിൽ വെച്ചും ചെത്തിയിടാം കേട്ടോ. ഞാൻ കാണിച്ചു തരാതാ. ഇങ്ങനെ കുറച്ച് നേരിയതാക്കി ചെത്തിയെടുക്കുക. ഇനിയല്ല നിങ്ങൾക്ക് കയ്യിൽ വെച്ച് ചെത്താൻ പ്രയാസമാണ്, ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡ് വെക്കുക. അതിൻ്റെ മേലെ വെച്ച് ഇങ്ങനെ ഒറ്റ വര കണ്ടോ, കഷ്ണമല്ലോ. നമുക്ക് വേണ്ട ഷേപ്പിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ. ഈ ഷേപ്പ് തന്നെയാണ് വേണ്ടത് നീളത്തിന്. അപ്പം ഞാൻ ഇനി ബാക്കി എല്ലാം ഒന്ന് മുറിച്ചെടുക്കട്ടെ. ആ ഷേപ്പിൽ മുറിച്ച് വെച്ച കപ്പ ഞാൻ ഒരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വാരാൻ വെച്ചതാണ്. നമ്മൾ എന്തിനാണ് വെള്ളത്തിലിട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് കട്ടുണ്ട്. കട്ട് എന്ന് പറഞ്ഞാൽ ഒരു പോയ്സൺ, പണ്ടുള്ളവരൊക്കെ കട്ട് എന്നാണ് പറയുക. അപ്പോൾ ഒരു പോയ്സൺ ഉണ്ട് ഇതിൽ. അപ്പോൾ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ കുറേ വെള്ളത്തിലങ്ങ് ഡിസോൾവ് ആയി പോകും, അലിഞ്ഞു പോകും. പിന്നെ നമ്മളിത് വേവിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലപോലെ തിളപ്പിച്ച് വെള്ളം ഊറ്റണം. അപ്പോൾ അതിലും കുറേ വിഷാംശം പോകും. പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ കൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കുറേ ബാക്കിയുള്ള ഒരു 90% തിളപ്പിച്ചൂറ്റിയപ്പോൾ ബാക്കിയുള്ള 10% ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളെ കൂടെ പ്രിപ്പയർ ചെയ്യുമ്പം അതും ന്യൂട്രലൈസ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ പറഞ്ഞാൽ നമ്മൾ ചിലപ്പം കടല, ഇറച്ചി, മത്സ്യം ഇതിൻ്റെയൊക്കെ കൂടെയൊക്കെ വെച്ചാൽ അല്ലെങ്കിൽ കൂട്ടിയിട്ട് കഴിച്ചാലും ഇത് ന്യൂട്രലൈസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അതാണ് നമുക്ക് ഹെൽത്തി. അപ്പോൾ അതൊന്നല്ല, ഇപ്പം നമ്മൾ ഇത് വെച്ചൊരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇതൊന്ന് വെള്ളം വരട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്കൊരു മസാലക്കൂട്ട് ഉണ്ടാക്കണം. മസാലക്കൂട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. ഇതാ കപ്പയുടെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കറിവേപ്പില അത് ചെറുങ്ങനെ ഒന്ന് പിച്ചിട്ടാൽ മതി. ഇത് ഞാൻ നല്ലപോലെ ചോപ്പ് ചെയ്ത മല്ലിച്ചപ്പ്, പിന്നെ ഇത് 3 പച്ചമുളക് അതൊന്ന് ചെറുങ്ങനെ ചെത്തിയിടുക. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇതെല്ലാം ചതുക്കിയിടണം. വെളുത്തുള്ളിയും ചതുക്കണം, ഇഞ്ചിയും ചതുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ. കറിവേപ്പില ചെറുങ്ങനെ അരിഞ്ഞു, വെളുത്തുള്ളി ഇഞ്ചി ചതുക്കി, ഇതാ പച്ചമുളക് ചതുക്കി വെച്ചു, കുറച്ച് മല്ലിച്ചപ്പ് ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഇതാണ് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഞാനൊരു തട്ടുകടയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയതാണ്.
പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 കപ്പ് മൈദ. ഇനി ഇതിലേക്ക് ഞാൻ ഒന്നുകൂടെ ചേർക്കുന്നുണ്ട്. ഇതാ മറ്റേതെല്ലാം അരിച്ചെടുത്ത ഇത് ഒരു 1/4 കപ്പ് അരിപ്പൊടി. ഇതിവിടെ തന്നെ വറുത്തു പൊടിച്ചത്. ഇനി ഇതാ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നു. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്യുക കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അതാ ഈ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. പൊടികളും എല്ലാം നല്ല പോലെ മിക്സ് ചെയ്തു കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട് ഇപ്പം തന്നെ, സ്വീറ്റ് സ്മെല്ല്. അപ്പോൾ ഇനി നമ്മൾ ഇതാ വെള്ളം വരാൻ വെച്ചിട്ടില്ലേ ഈ കപ്പ കഷ്ണം, ഇതൊരു 600 ഗ്രാം ഉണ്ടാവും കേട്ടോ, ഏകദേശമാണ്. അത് ഇതിലിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. ആദ്യം വെള്ളം ഒഴിക്കരുതേ. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതാ പൊടിയൊക്കെ ഇതിൽ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, പ്ലേറ്റിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിപ്പോകുന്നതിന്. ഇപ്പം പൊടിയെല്ലാം മിക്സ് ചെയ്ത് ഇനി നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത പ്ലേറ്റാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ദാ ഈ കപ്പ കഷ്ണങ്ങളൊന്നും പൊട്ടിപ്പോകാൻ പാടില്ല. അപ്പോൾ അതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനേ ഒഴിക്കാൻ പോയിട്ടാൽ കൂടിപ്പോകാൻ പാടില്ല. അപ്പം മിക്സ് ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പം ഞാൻ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഉപയോഗിച്ചത് ഒരു 1/4 കപ്പ് വെള്ളം. 1/4 കപ്പ് മുഴുവനില്ല, ഒരു തുള്ളി ബാക്കിയുണ്ട്, 1 ടീസ്പൂൺ പോലെ ബാക്കി. ഇപ്പം ഇത് കറക്റ്റാണ്. ഇതിപ്പം നമ്മളിനി പിടിച്ചു നോക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇത് ബൈൻഡിങ്ങിൽ നിൽക്കുന്നുണ്ടോ നോക്കുക. അതാണ് ഇതിൻ്റെ കറക്റ്റ് തിക്നെസ്. ഓക്കെ, ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യട്ടെ ഇവിടുന്ന്. എന്നിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ഇതാ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ്, നമ്മളെ കപ്പയും മാവും. ഓരോ സ്ഥലത്ത് ഓരോ പേരാണേ. മരച്ചീനി എന്ന് പറയുന്നവരുണ്ട്, കപ്പ എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മൾ എടുത്തിട്ട് എല്ലാം ഒരേ വലിപ്പത്തിലൊന്നും വെക്കണ്ട, നമുക്ക് തോന്നിയ പോലെ ഒരു ഷേപ്പിൽ ഇങ്ങനെ, അതായത് എല്ലാം ഞാനപ്പോൾ എല്ലാം ഒന്ന് ഇതുപോലെ പിടിച്ച് ഷേപ്പാക്കി വെക്കട്ടെ കേട്ടോ. ഒരു പ്ലേറ്റിൽ വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പം കഴിയല്ലോ. രണ്ട് കോഴിക്കാലായി. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതാ ഇപ്പം മാവെല്ലാം ഞാൻ ഇതാ റെഡിയാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം തട്ടുകടയിലെ സുൽത്താന്മാരെല്ലാം റെഡി ആയിട്ടുണ്ട്, എല്ലാവരും അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട്. ഇതാ മാവും കറക്റ്റായിരുന്നു കേട്ടോ. ഇനി ഇതേ ഉള്ളൂ ലാസ്റ്റ്. ഇതും കൂടെ പിടിച്ചു വെക്കാം നമുക്ക്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, വറുത്തെടുക്കുക. അപ്പോൾ ഇനി ബാക്കി അഥവാ ഇതാ ഇത്തിരി പൊടി മാവുണ്ട്, അത് നമ്മൾ ഇതിൻ്റെ കുറവുള്ളതിൻ്റെ മേലെല്ലാം അങ്ങ് പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ മതി. ഇനിയിപ്പോൾ നമുക്കിത് വറുത്ത് കോരണം. ഇതാ എല്ലാം ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇനി ഇതാ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. വെളിച്ചെണ്ണയാണ്, വെളിച്ചെണ്ണ തന്നെ ഇത് വറുത്തെടുക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എടുത്ത് വറുത്ത് കോരാം. അതിൻ്റെ മുന്നേ ഇതാ ഒരു പാത്രത്തിൽ സ്ട്രെയിനറിൽ ഞാൻ നമ്മുടെ ടിഷ്യൂ പേപ്പറെല്ലാം വെച്ചിട്ടുണ്ട്. എക്സസ് എണ്ണ ഉണ്ട്, വലിച്ചെടുത്തോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക എണ്ണയിലേക്ക്. കുറച്ച് വീതിയുള്ള കടായി ആയതുകൊണ്ട് നമുക്ക് 2-3 എണ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട ഉടനെ നിങ്ങൾ ഇളക്കാൻ പാടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് വേവട്ടെ കേട്ടോ. ഇതാ ഒരു ഭാഗം വേവുമ്പോൾ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഒരു 5 മിനിറ്റായി കേട്ടോ. അപ്പോൾ ആദ്യത്തെ 3 എണ്ണം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും കൂടെ ഇട്ട് കൊടുത്തതാണ്.
ഇതിൽ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റിയിടാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാം ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കണം കേട്ടോ. ചെയ്താൽ മാത്രം പോരാ, കാണുമ്പോൾ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക. അല്ലെങ്കിൽ പിന്നെ ലൈക്ക് അടിക്കാൻ ചിലപ്പോൾ മറന്നു പോകും. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കോരി എടുക്കട്ടെ. ഇത് ഒരുപാട് ചോക്കൊന്നും വേണ്ട കേട്ടോ. അതാ ഇത്രയും മതി. ഒരുപാട് ചോത്ത് കരിക്കൊന്നും വേണ്ട. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ, ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പം മറക്കാതെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇതാ ഇത് ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പം എല്ലാ കോഴിക്കാലും റെഡിയായി കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്.